ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി സമൂസ ആണ് കേട്ടോ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള. അപ്പോൾ ഞാൻ അതിൻ്റെ ശബ്ദം ഒന്ന് വയ്ക്കുമോ? അപ്പോൾ ശബ്ദം കേട്ടല്ലോ. അപ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു സമൂസയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്, ഹോം മെയ്ഡ് ഷീറ്റ് ഉണ്ടാക്കുന്നതും അതിൻ്റെ മസാലയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചോദിച്ചത് ഇജാസ് അഹമ്മദാണ്. ഇജാസ് എന്ന് പറയുന്ന ഒരു മോനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുക. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. 1.5 കപ്പ് മൈദയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ. 1.5 കപ്പ് മൈദൻ്റെ അളവിലുള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിന് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഒരു കുറച്ച് മതി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഓയിലാണ് വേണ്ടിയത്, സൺഫ്ലവർ ഓയിൽ. അതൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ വേണം. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്, അതിൽ 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഹാർഡായി പോകാനും പാടില്ല, ഭയങ്കര സോഫ്റ്റായി പോകാനും പാടില്ല. രണ്ടിൻ്റെയും നടുക്ക് വരുന്ന രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അതാ ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഭയങ്കര സോഫ്റ്റ് അല്ല, ഭയങ്കര ഹാർഡും അല്ല. ഇതിനവിടെ മൂടി വെക്കുക. ഇനി നമുക്ക് മസാല റെഡി ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത് ഞാനിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മസാലയാണ് കാണിക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഒരിക്കലും എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന പോലെ ചിക്കൻ ആദ്യം വേവിച്ചെടുത്തിട്ട് അത് കുക്കറിൽ വേവിച്ചതിന് ശേഷം അത് അരച്ചെടുക്കാനൊന്നും നിൽക്കില്ല. ഡയറക്റ്റ് ആദ്യം തന്നെ ചിക്കൻ ഇങ്ങനെ അരച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ മിൻസ്ഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇത് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചിക്കൻ വാങ്ങിയിട്ട് പച്ച ചിക്കൻ തന്നെ അങ്ങനെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. എല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കടായിലാണ് മസാല ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കടായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സമയത്ത് ആളെ പേര് എനിക്ക് ഓർമ്മയില്ല, ചോദിച്ചിരുന്നു ഞങ്ങളെ കടായി പോയല്ലോ കരിഞ്ഞു പോയിട്ട് എന്നുള്ള. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കടായിയാണ്. ഫുൾ സ്റ്റീലാണ് കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത്യാവശ്യം കനമൊക്കെ ഉണ്ട്, എന്നാലും ശ്രദ്ധിച്ചുണ്ടാക്കണം. ഈ ഒരു സ്റ്റീലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ നമുക്ക് ഇതിലുണ്ടാക്കാം. അപ്പോൾ 1 കിലോ ചിക്കൻ 1 കിലോ ഉള്ളി തന്നെയാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. 1 കിലോ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണിത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഫില്ലിംഗ് ആയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മതി ഓയിൽ കേട്ടോ. അതിൽ കൂടുതൽ ഒഴിക്കണ്ട, കാരണം പിന്നെ അല്ലെങ്കിൽ എണ്ണയിൽ നിന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു ഓയിലിൽ നിന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. അതിന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഞാനിപ്പോൾ 2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വാടിക്കുഴയാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചിക്കനും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവരിങ്ങനെ എന്താ പറയുക, ഓരോന്നോരോന്ന് വാട്ടിയെടുക്കുക, വേവിക്കൊന്നും ചെയ്യില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ച് നമുക്ക് ചിക്കനും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ വലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ളിൻ്റെ വേവൊക്കെ ഈ ഒരു ചിക്കൻ്റെ കൂടെ തന്നെയാണ് ആവുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ മാക്സിമം ആണ് ഒരു 10 മിനിറ്റ് ഒക്കെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതായി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ വല്ലാണ്ട് അങ്ങ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിച്ചു പോകും. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ ഇഞ്ചി അരച്ചതും അതേപോലെ തന്നെ ഓരോ ടീസ്പൂണ് വെളുത്തുള്ളി, ടേബിൾ സ്പൂണാണ് വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഈ 2 പ്രാവശ്യം കാണിച്ചത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും. ഇനി അതും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്നും നിർത്തിയല്ല ചെയ്യേണ്ടത്, എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, അരച്ചിട്ട് അറിയാത്ത ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു വേവിണതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ഉടഞ്ഞു വരും കേട്ടോ. വെന്ത് കഴിഞ്ഞാലാണ് പിന്നെ ഉടയ്ക്കാൻ പ്രയാസം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2.5 ടീസ്പൂൺ, എല്ലാം ടീസ്പൂണാണ് ഞാൻ പറയുന്നത്, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടി നമ്മളെ ഗരം മസാല പൊടിയാണ്, അത് 1 ടീസ്പൂണാണ് ഇട്ട് 2 പ്രാവശ്യം ഇടുന്നത്, 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ്. പിന്നെ വേണ്ടിയത് കുരുമുളകിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമ്മളെ ഫെനൽ സീഡ് പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇത്രയാണ് പൊടികൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കണതുകൊണ്ട് എല്ലാം എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു 2-3 പച്ചമുളക് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചത് ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരമാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ചെറിയ തീയിൽ സിമ്മിലാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഇളക്കി അടിഭാഗം ഒന്ന് മേലത്തെ ഭാഗം ഒന്ന് അടിയിലേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് മാറ്റി പിന്നെ നമ്മളിതൊന്ന് അമർത്തി വെച്ച് കൊടുക്കണം.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് അമർത്തി വെച്ചതിന് ശേഷം ഇത് മൂടിയിട്ട് മാറ്റി പിന്നെ ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഒന്നും കൂടെ ഒന്ന് ചെറിയ തീയിലിട്ടോ ചെറിയ സിമ്മിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. മൊത്തം 5 മിനിറ്റാണ് കേട്ടോ വേവിച്ചെടുക്കാൻ. അരച്ച ചിക്കനൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഉള്ളിയൊക്കെ അതിൻ്റെ കൂടെ ഒന്നിച്ചെന്നാണ് വേവുക. അതൊന്നും ആദ്യം ഒരുപാട് വാട്ടി സമയം കളയൊന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ് ഇതിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കണം കേട്ടോ. ലെമൺ ജ്യൂസ് നിർബന്ധമാണ്. അപ്പോൾ ഹോട്ടലിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ച ചിക്കനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 കപ്പ് മല്ലിയില ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് മല്ലിയില ചേർത്താൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്കായി കിട്ടുക. അപ്പോൾ മല്ലിയില കൂടുതൽ ചേർത്തോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി ഇനി ചൂടാറട്ടെ. ഇനിയിപ്പോൾ നമ്മളെ മാവ് നേരത്തെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അതിപ്പോൾ അത് ഏകദേശം ഒരു 1/4 മണിക്കൂറായിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പോലെയല്ല, കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി. ഇനിയിപ്പോൾ അതൊന്ന് ഉരുട്ടിയിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടി വെക്കണം. അപ്പോൾ അതാ ഈ ഒരു പൂരിൻ്റെ ഒരു സൈസ് മതി. അങ്ങനത്തെ ഒരു വലുപ്പത്തിലുള്ളതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഉരുളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ കണ്ടലൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നല്ലോണം പൊടിയിട്ടിട്ട് മൈദ തന്നെ വേണം. ഇതിനൊക്കെ ഫുള്ളായിട്ട് മൈദ തന്നെയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൂരി വരത്തുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എല്ലാം നല്ല വട്ടത്തിലാവാൻ വേണ്ടി നോക്കുക. ഒരേ സൈസിലായിരിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരേ സൈസിൽ പരത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നൊരു റൗണ്ട് ഷേപ്പുള്ള മൂടിയോ എന്തെങ്കിലും കട്ടററ്റം വെച്ചിട്ടൊന്ന് റൗണ്ടിൽ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ 5 വെച്ചിട്ടാണ് ഓരോ സെറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 സെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സെറ്റിൽ ഞാൻ 5 വെക്കുന്നത്. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം വേണം കേട്ടോ. എന്നാലും തന്നെ ഇത് ഇളകി വരുള്ളൂ. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിലും ഓയിൽ വേണം. ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ട് മൈദ ഒന്ന് തൂവി കൊടുക്കുക. മൈദ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇടണം കേട്ടോ. എന്നാൽ തന്നെ ഇത് ഇളകി വരുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത പൂരി വെച്ചിട്ടുണ്ട്. അടുത്ത പൂരി വെച്ചിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എയറൊന്നും ഉണ്ടാവരുത്. ഇനി ഇതിൻ്റെ മേലെ പിന്നെ ഒരു 2 ടീസ്പൂൺ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ മേലെ പിന്നെ നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക. നല്ലോണം മൈദ ഇടണം. മൈദ നല്ലോണം ഇട്ടതിന് ശേഷം അടുത്ത പൂരി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയർ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 5 വെച്ചിട്ട് 3 സെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെറ്റേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ ഈ 5 വെച്ചിട്ട് ഒന്നിച്ചങ്ങ് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പുറം ഇപ്പുറം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പരത്തിയെടുക്കുക. കാരണം ഒരു ഭാഗം മാത്രമാക്കി പരത്തിയാൽ അടിയിലുള്ള പൂരി ചുരുങ്ങി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, വല്ലാണ്ട് അങ്ങനെ നൈസായിട്ട് പരത്താൻ നിൽക്കണ്ട. അങ്ങനെ പരത്തി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇളകി കിട്ടൂല. അപ്പോൾ അത് ചൂടായ തവ ഉണ്ട്. അപ്പം ഞാൻ ചൂടാക്കി വെച്ചതാണ്, അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്പുറവും ഇപ്പുറവും ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. വല്ലാണ്ട് അങ്ങ് തീയാക്കി വെക്കണ്ട. അപ്പോൾ ഈ ഒരു ചപ്പാത്തിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ ചൂടാവാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ലെയർ ഇങ്ങനെ ഇളകി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇളകുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഇളക്കി മാറ്റുക. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് വല്ലാണ്ട് അങ്ങ് വെന്ത് പോകരുത്. അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 2ാമത്തെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സെറ്റിൽ ഞാൻ 5 ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ 3ാമത്തെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ 2 ബാക്കിയുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഈ ലാസ്റ്റ് ലെയറും ഇളകി വരും. അപ്പോൾ അത് കണ്ടല്ലോ, സിമ്പിളാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഓയിലും വേണം, നല്ലോണം മൈദ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നന്നായിട്ട് ഇളകി വരിക. പിന്നെ തിന്നായിട്ട് പരത്താനും പോകരുത്. അങ്ങനെ തിന്നായി പോയാൽ പിന്നെ കിട്ടയില്ല. അപ്പോൾ ഇതൊക്കെ ചൂടോടുകൂടി തന്നെ ചെയ്യുക. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ മരക്കണ്ണം പോലായി പോട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കവറിലേക്ക് മാറ്റണം. അപ്പോൾ കവറിലേക്ക് മാറ്റണതിൻ്റെ മുന്നേ പെട്ടെന്ന് തന്നെ അത് മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് ഇതിനൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് സ്കെയിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഡയറി വെച്ചിട്ടാണ് ഇപ്പോൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. നടുവിൽ വരുന്ന ഭാഗം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ഷീറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിപ്പമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കട്ടോ. അപ്പോൾ 2 ഭാഗത്തൊന്നും ഞാനിങ്ങനെ മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ സെൻറ്ററിൽ വരുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ഷീറ്റ് പോലെ ആയി കിട്ടും. എന്ന് വെച്ചിട്ട് മറ്റേ നമ്മൾ സൈഡിൽ മുറിക്കുന്ന ഭാഗം വേസ്റ്റ് ഒന്നും ആവില്ല കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാ 2 ഭാഗത്തൊന്നും ഞാൻ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ഭാഗം കണ്ടു. ഇതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഷീറ്റ് പോലെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. ഒരുപാട് കാലം കേടാവാണ്ട് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ സൈഡിൽ വരുന്ന ഈ ഒരു ഭാഗം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ മസാല ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ആണെങ്കിൽ ഒരു പച്ചക്കറീൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതും സമൂസായിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഈ ലാസ്റ്റ് വരുന്ന ഭാഗം മുറിച്ച് കളയുക അല്ലെങ്കിൽ ഉള്ളോട്ട് കയറ്റി വെക്കുക എന്ത് തന്നെ ചെയ്താലും മതി. അപ്പം നല്ല വേറൊരു ഐറ്റമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും.
ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കണമെങ്കിലും കവറിലാക്കി വെക്കണം. ഇനി വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ ഒരു മസാല നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. ആ മൊത്തം മസാലയാണിത്. ഇതിപ്പം ചൂടാറിയതിന് ശേഷം ഞാൻ പാത്രം മാറ്റിയതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യലെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. റെഡിമെയ്ഡ് ഷീറ്റ് ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നതായതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കേണ്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ മടക്കിയതിന് ശേഷം ഒരു കോണ് പോലെ ആയി വരും. ആ ഒരു കോണിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മസാല നല്ലോണം വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മസാല പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചിങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് മൈദൻ്റെ പശ ഒട്ടിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് ആക്കുക കേട്ടോ. ഉള്ളിലേക്ക് ആക്കിയാലാണ് കാണാൻ നല്ല ഫിനിഷിങ്ങിൽ നമ്മളെ സമൂസ കിട്ടുക, വാങ്ങണ പോലത്തെ സമൂസ ആവുക. ഇനിയിപ്പോൾ അടുത്തൊന്നും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കുക, ഒരു കോണ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ആ കോണ് വരുന്ന ഭാഗത്താണ് നമ്മൾ മസാല വെക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് ആദ്യം ഒന്ന് മടക്കി കാണിച്ചു തന്നതാണ്. അപ്പോൾ അതാ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരുപാട് കാലം വെക്കാനും പറ്റും കേട്ടോ. നല്ലതാണ് ഈ ഒരു ഇത്. നമ്മൾ ശരിക്കും വാങ്ങുന്ന പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടല്ലോ ഫോൾഡ് ചെയ്യുന്ന രീതി. അപ്പോൾ ലാസ്റ്റ് വരുന്ന ഭാഗം നമുക്ക് പശ തേച്ചിട്ട് ഉള്ളോട്ടാക്കി വെക്കുക. എന്നാലാണ് നമ്മൾ വാങ്ങിക്കുന്ന പോലത്തെ നല്ലൊരു ഷേപ്പിലുള്ള സമൂസ കിട്ടുക. അപ്പോൾ അത് കണ്ടല്ലോ, ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് ഫ്രീസറിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്ത സമൂസയാണിത്. അപ്പം നമ്മൾ ഡയറക്റ്റ് പൊരിക്കാൻ നിൽക്കരുത്, ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ സിപ്പ് ലോക്ക് ആയിട്ടുള്ള ബാഗിൽ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. 1 മാസം വരെ അത് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അങ്ങനെ തന്നെ. അപ്പോൾ ഡയറക്റ്റ് എടുത്ത് വെക്കരുത്, ഐസായതിന് ശേഷം എടുത്ത് വെക്കുക. അപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് 2 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. ഞാനിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് 2 എണ്ണേ പോവുള്ളൂ. പിന്നെ പൊരിക്കുമ്പോൾ ചെറിയ തീയിൽ ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. കാരണം ഇത് നമ്മളിങ്ങനെ ചുറ്റി ചെയ്തതായതുകൊണ്ട് ഉള്ളു വേവാൻ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു മൈദൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അത് വേവാൻ ഒരു ചെറിയ തീയിലിട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ഓയിലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അതാണ് ഞാൻ നിങ്ങൾക്ക് ശബ്ദം കേൾപ്പിച്ച് തന്നത്. അപ്പോൾ കണ്ടല്ലോ, ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഞാൻ ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ അപ്പുറം ഇപ്പുറം നല്ലോണം ഒന്ന് മൊരിയിച്ചിട്ട് കോരിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമൂസ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉപകാരമല്ലേ. അപ്പോൾ അതാ ഞാൻ ഒരു 6 എണ്ണമാണ് ഇപ്പോൾ ഞാനിവിടെ പൊരിച്ചത്. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വാങ്ങണ പോലെ ഉണ്ടാവും. കുട്ടികളൊക്കെ നമുക്ക് പറ്റിക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൗണ്ടും കൂടെ കൊടുത്തത്. ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.